സമകാലിക ലോകരാഷ്ട്രീയത്തിൽ ഒരു ഭരണാധികാരിയുടെ കരുത്തളക്കുന്നത് കേവലം സൈനിക ശക്തിയുടെയോ സാമ്പത്തിക ഭദ്രതയുടെയോ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് സ്വന്തം ജനതയ്ക്കിടയിലും ആഗോളതലത്തിലും ആ നേതാവിന് ലഭിക്കുന്ന സ്വീകാര്യതയും അതുപോലെ വിശ്വാസ്യതയും കൂടി കണക്കിലെടുത്താണ്. ഈ പശ്ചാത്തലത്തിൽ വേണം US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഡേറ്റ ഇൻ്റലിജൻസ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ ആഗോള നേതാക്കളുടെ ജനസമിതി പട്ടികയെ നോക്കിക്കാണാൻ. 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ ജനാധിപത്യ നേതാവെന്ന പദവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും കരുത്തരായ നേതാക്കൾ സ്വന്തം രാജ്യങ്ങളിൽ ജനപ്രീതി നിലനിർത്താൻ പാടുപെടുമ്പോൾ, ഭാരതം പോലെ അതിസങ്കീർണമായ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഭരണ നൈപുണ്യത്തിൻ്റെയും അതുപോലെ കൃത്യമായ ആശയവിനിമയത്തിൻ്റെയും പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. മോർണിംഗ് കൺസൾട്ടിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 68% അംഗീകാര റേറ്റിംഗോടെയാണ് നരേന്ദ്രമോദി പട്ടികയിൽ ഒന്നാമതെത്തിയത്. മാർച്ച് 2 മുതൽ 8 വരെയുള്ള കാലയളവിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 75% നിന്ന് ചെറിയൊരു കുറവ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആഗോള ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അതിശയിപ്പിക്കുന്ന ഒരു മുന്നേറ്റമാണ്. ഭൂരിഭാഗം വികസിത രാജ്യങ്ങളിലെയും നേതാക്കൾ 50% താഴെ മാത്രം ജനസമ്മതിയുള്ളവരായി മാറുമ്പോൾ, ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്ന വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യത്തിന് 68% പേർ ഒരു ഭരണാധികാരിയെ പിന്തുണയ്ക്കുന്നു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചത് 26% ആളുകൾ മാത്രമാണ് എന്നത് ഭരണവിരുദ്ധ വികാരം ഏറ്റവും കുറഞ്ഞ അളവിൽ നിലനിർത്താൻ മോദിക്ക് സാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നരേന്ദ്രമോദിയുടെ ഈ നേട്ടത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തവണ 39% അംഗീകാരം മാത്രമാണ് സർവേയിൽ ലഭിച്ചത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ അന്തരീക്ഷവും ആഭ്യന്തര വിഷയങ്ങളിലെ രാഷ്ട്രീയ ചേരിതിരിവും ട്രംപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തെ തലവൻ പോലും ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഗ്ലോബൽ സൗത്തിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം ശ്രദ്ധേയമാകുന്നത്. കാനഡയിലെ മാർക്ക് കാർണി, ജപ്പാനിലെ സന ടക്കൈച്ചി തുടങ്ങിയവർ ആദ്യ 10 ഇടം പിടിച്ചെങ്കിലും മോദിയുടെ റേറ്റിംഗിന് അടുത്തുകൂടി എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുടെ സ്ഥിതി കൂടുതൽ പരിതാപകരമാണെന്ന് മോർണിംഗ് കൺസൾട്ടിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് വെറും 17% അംഗീകാരം മാത്രമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭരണരീതികളോട് 75% ആളുകളും വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മനിയുടെ ഫെഡറിക് മെൻസ് എന്നിവരും വളരെ പിന്നിലാണ്. യൂറോപ്പിലെ സാമ്പത്തിക മാന്ദ്യവും അഭയാർത്ഥി പ്രശ്നങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും ഈ നേതാക്കൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് എന്നിവർ 62% റേറ്റിംഗോടെ 2ാം സ്ഥാനത്തെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എങ്കിലും അന്താരാഷ്ട്ര സ്വാധീനത്തിലും ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ഭൂരിപക്ഷത്തിലും നരേന്ദ്രമോദിയുടെ 1ാം സ്ഥാനം തർക്കമില്ലാതായി തുടരുന്നു. നരേന്ദ്രമോദിയുടെ ഈ ജനപ്രീതിയുടെ പിന്നിലെ രസതന്ത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഡിജിറ്റൽ ലോകത്തെ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ സ്വാധീനവും ഒരു ഘടകമാണെന്ന് കാണാം. അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ 100 മില്യൺ അനുയായികളെ പിന്നിടുന്ന ലോകത്തെ ആദ്യ രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറി. പരമ്പരാഗത രാഷ്ട്രീയ പ്രചാരണ രീതികളിൽ നിന്ന് മാറി പുതിയ തലമുറയുമായി നേരിട്ട് സംവദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ഡിജിറ്റൽ ഇന്ത്യ, അടിസ്ഥാന സൗകര്യ വികസനം, അന്താരാഷ്ട്ര വേദികളിലെ ഇന്ത്യയുടെ സജീവ സാന്നിധ്യം എന്നിവയെല്ലാം ഈ ജനപ്രീതിയുടെ കാതൽ തന്നെയാണ്. ഇന്ത്യയെ ലോകത്തിൻ്റെ സുഹൃത്തായി, അതായത് വിശ്വമിത്ര, അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ നയതന്ത്ര രീതികളും ജനങ്ങളിൽ വലിയ തോതിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ദശകത്തിലേറെയായി അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ നിലവാരത്തിലുള്ള അംഗീകാരം നിലനിർത്തുക എന്നത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമായ ഒന്നാണ്. മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും 2ാമത്തെയോ 3ാമത്തെയോ വട്ടം ഭരണത്തിലെത്തുമ്പോൾ ഭരണവിരുദ്ധ തരംഗം ശക്തമാവുകയും റേറ്റിംഗ് കുത്തനെ ഇടിയുകയും ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ പ്രവണതയ്ക്ക് വിപരീതമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലൈ, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ആൻഡ്രിഡ്ജ് ബാബിസ് തുടങ്ങിയ നവമുഖങ്ങൾ പട്ടികയിൽ മുന്നേറ്റം നടത്തുന്നത് രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനത ലോകമെമ്പാടുമുണ്ടെന്ന് ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. എങ്കിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഒരു സുസ്ഥിരമായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന പൊതുവികാരമാണ് മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട ഡേറ്റ നൽകുന്നത്. ഇത് കേവലം ഒരു റാങ്കിംഗ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇന്ത്യ ആഗോള രാഷ്ട്രീയത്തിൽ വഹിക്കാൻ പോകുന്ന നിർണായക പങ്കിൻ്റെ അടിത്തറ കൂടിയാണ്.
ലോകം വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ ശക്തനായ ഒരു നേതാവിനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ഫലങ്ങളെ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ മോർണിംഗ് കൺസൾട്ടിന്റെ ഈ കണ്ടെത്തലുകൾ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ വ്യക്തിമുദ്രയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും വിളിച്ചോതുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.